ഒരുത്തന്മാരുടെ നോട്ടം അത്ര ശരിയല്ല കേട്ടോ. $30 എന്നാ എയർപോർട്ട്. ഇത് അമേരിക്ക തന്നെയാണ് ഇവിടെ. ഇത് കംപ്ലീറ്റ് ചാത്ത സാധനങ്ങൾ. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇത് വാൾ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു സബ്വേ സ്റ്റേഷനിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. എത്ര അടിപൊളിയായിട്ടാണല്ലേ ഈ ഒരു വഴിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ ന്യൂയോർക്ക് നഗരത്തിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന് പ്രവേശിച്ചത്. ന്യൂയോർക്ക് നഗര ഹൃദയമാണ്. അവിടുത്തെ ഡൗൺ ടൗൺ ഏരിയ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത്രയും സബ്വേ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് റോഡിലെ ട്രാഫിക് എന്നൊക്കെ പറയുന്നത് ചില സമയത്തൊക്കെ ഹെവി ആയിരിക്കും, പക്ഷേ ചില സ്ഥലത്തൊക്കെ ഭയങ്കര കുറവായിരിക്കും. അത് തന്നെ ഞെട്ടിച്ചൊരു കാര്യം തന്നെയാണ്. ഞാനിതൊക്കെ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമൊക്കെ ആയിരിക്കും എന്ന് കരുതിയാണ്, പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇവിടെ സബ്വേ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ന്യൂയോർക്കിൻ്റെ ചാം, ആ ഒരു സിറ്റി ചാം ആസ്വദിച്ചാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രംപിൻ്റെ സോനിയർ വെച്ചിരിക്കുന്നുണ്ടല്ലേ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നും പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ സോനിയറൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിട്ടും. ഇത് കണ്ടില്ലേ, ന്യൂയോർക്ക് എംപയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന സോനിയറുകളെല്ലാം ന്യൂയോർക്കിൻ്റെ സോനിയറാണ്. അതിൻ്റെ ബാക്കി കണ്ടോ, മെയ്ഡ് ഇൻ ചൈന ഗൈസ്. അതുപോലും ചൈന ഉണ്ടാക്കണം എന്നാലേ കിട്ടുള്ളൂ, മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടുത്തെ അല്ല, എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും പരിപാടി ഇതാ. ന്യൂയോർക്കിലെ ഡൗൺ ടൗൺ വാൾ സ്ട്രീറ്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് ദ ട്രംപ് ബിൽഡിംഗ്. യെസ്, പേര് പോലെ തന്നെ ഇത് നമ്മുടെ ട്രംപണ്ണൻ്റെ ബിൽഡിംഗ് കേട്ടോ. പുള്ളിക്ക് ഇത് മാത്രമല്ല, പുള്ളിക്ക് ഇതുപോലെയുള്ള ധാരാളം ബിൽഡിങ്ങുകൾ ഇവിടെ ന്യൂയോർക്കിലും അമേരിക്കയിലും പല സ്ഥലത്തും ഉണ്ട്. പല ബിൽഡിങ്ങുകളും ഹോട്ടലുകളും, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്യാവശ്യം നല്ല സമ്പന്നനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ട്രംപണ്ണൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് വെരി കോമൺ. ഹീസ് എ വെരി ഗുഡ് ബിസിനസ് മാൻ ആൻഡ് ഈസ് എ വെരി ഗുഡ് പ്രസിഡൻറ്റ് എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ സൂനീർ വരെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത് വാൾ സ്ട്രീറ്റിലെ ട്രംപ് ബിൽഡിംഗ്. അവിടെ ശരിക്കും അകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടില്ല, ദ ട്രംപ് ബിൽഡിംഗ് എന്നകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് പുതിയതായിട്ടൊന്നും എഴുതി ചേർത്തൊരു സംഭവമാണ്. ഇവിടെ വേറെ ഒരു ട്രംപിൻ്റെ ഒരു കിടിലം വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അത് കാണാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോഴത്തേക്കിനും ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഫുൾ US ഫ്ലാഗൊക്കെ വെച്ചിട്ട് ഒരു ഗംഭീര ബിൽഡിംഗ്. ഒരു മിനിമം ഒരു 50 നില ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും മിനിമം ഒരു 50 നിലയുണ്ട്. നമുക്ക് ചൈന ടൗണിൽ പോകാനായിട്ട് നമുക്ക് ജെ ലൈൻ സബ്വേയിൽ കയറാം. നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ സബ്വേയിൽ ഒരു തവണ കയറിയിട്ടുള്ളൂ. സബ്വേയിൽ കയറണം. ഈ ന്യൂയോർക്ക് സബ്വേ എന്ന് പറയുന്നത് ഒരു അധോ ലോകമാണ്, ഒരു മറ്റൊരു ലോകമാണ്, വേറൊരു സംഭവമാണ്. ഇതിനകത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഹീറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള സംഭവത്തിൻ്റെയൊക്കെ പുകയാണ് മുമ്പിൽ വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് കണ്ടില്ലേ, ഒരുത്തനും ചാടി കടക്കാതിരിക്കാൻ വേണ്ടി, പൈസ കൊടുക്കാതെ ചാടി കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണിത്. ബ്രോഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണിത്. കണ്ടില്ലേ, അത് എഴുതിയിരിക്കുന്നതൊന്നും പെയിൻ്റൊന്നും അല്ല, ഫുൾ ടൈൽസിൻ്റെ പരിപാടികളാണ്. അതായത് ചെറിയ കുഞ്ഞി ടൈല് കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. ഞാൻ കാർഡ് ടാപ്പ് ചെയ്തു, താഴേക്ക് വീണ്ടും ഇറങ്ങിപ്പോവുകയാണ്. ട്രെയിനിനകത്ത് AC ഉണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇതിവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോകുന്നത് ഞാൻ കനാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങി. കനാൽ സ്ട്രീറ്റ്, ന്യൂയോർക്ക് ഡൗൺ ടൗണിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്കടിയിലുള്ള മറ്റൊരു ന്യൂയോർക്ക്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു ചൈനീസ് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അതിവിടെ ഒരാളിരുന്ന് വായിക്കുമോ? ഞാൻ വിചാരിച്ചു മറ്റേ ഇതിലിട്ടിരിക്കുന്നതായിരിക്കും എന്ന്. പക്ഷെ ഇവിടെ ഒരു ചൈനക്കാരനിരുന്ന് സ്വാഗതം ചെയ്യാണ് കഴിച്ച് നോക്കൂ. ഇപ്പോൾ ട്രെയിൻ വരാത്ത സമയങ്ങളിലും ട്രെയിൻ വരുമ്പോഴും എല്ലാം പുള്ളി അവിടെ ഇരുന്ന് ഇങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കനാൽ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകൾ പോലെയാണ് ഇവിടുത്തെ എല്ലാ ട്രാക്കുകളും. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചതാണ്. കച്ചറയാണ് കേസ് മൊത്തം. നോക്കൂ, എല്ലാം വേസ്റ്റാണ്. കണ്ടില്ലേ, കുപ്പികളും പ്ലാസ്റ്റിക്കും സിഗരറ്റ് കുട്ടിയും അതും ഇതും ചെരുപ്പും എന്തൊക്കെ സാധനങ്ങളാണ് നടക്കുന്നത് നോക്കിയേ. നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ എന്ത് ക്ലീനാ. അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേസ്, ഇതാണ് അവസ്ഥ. സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നിറങ്ങിയപ്പോഴത്തേക്കിനും ഞാനിപ്പോൾ കാണുന്നത് വേറെ തന്നെ ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ട ന്യൂയോർക്ക് നഗരം ഫുൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും
അമ്പരച്ചുംബികൾ ഇച്ചിരി കുറവുണ്ട്, വലിപ്പം കുറവുണ്ട്. ജസ്റ്റ് അവിടെ നിന്നൊരു 3-4 കിലോമീറ്ററേ മാറിയിട്ടുള്ളേ. ഇതൊക്കെ എന്താന്നുണ്ടേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമൊക്കെ പോലെ ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ ഇത് ഇന്ത്യക്കാരുടെ കടയാണ്, സുവനീർ കടയായിരിക്കും. അപ്പോൾ ഇന്ത്യൻസ് ആണ് കൂടുതലും സുവനീറുകൾ കച്ചവടം ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. ചൈനീസ് ആർക്കിടെക്ചറിലുള്ള കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ, ചൈനീസ് ആർക്കിടെക്ചർ എന്ന് പറയാൻ പറ്റില്ല, ചൈനീസ് രീതിയിലുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചൈന ബുദ്ധിസ്റ്റ് അസോസിയേഷൻ ഫാ വാങ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലം. പുള്ളി നെഞ്ചത്ത് ഗോപുരമൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ട് പോകുന്ന ഒരു പുള്ളി. എനിക്ക് തോന്നുന്നു വ്ളോഗറാണെന്ന് തോന്നുന്നു. സൈക്കിൾ ടൂറിന് ഇറങ്ങിയായിരിക്കും, പാട്ടൊക്കെ കേട്ട് പോകുന്നുണ്ടോ? അല്ല ഗൈസ്, പുള്ളി ഡെലിവറി ബോയ് ആണ്, ഡെലിവറി ചെയ്യുന്ന ആളാണ്, ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളാണ്. വൈബ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ആളുകളുടെ ജീവിതം മുപ്പിയെടുത്ത് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഈ ആളാരായിരിക്കും? ട്രാവലർ ആയിരിക്കും അല്ലേ? കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു യാത്രികനാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കട നടത്തുന്ന ചൈനീസ് അമ്മച്ചി, ചൈനക്കാരുടെ കടയായിരുന്നു, ഇന്ത്യക്കാരുടെ കടയല്ലായിരുന്നു കേട്ടോ. സോറി ഗൈസ്, നമ്മൾ ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ ഒത്തിരി സിമിലാരിറ്റി ഉണ്ടല്ലോ പല കാര്യത്തിലും. ചെറിയ ചെറിയ സ്ട്രീറ്റ് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കണോ തിരിച്ച് നടക്കണോ എങ്ങോട്ട് നടക്കണം? ഞാൻ ഒന്ന് എന്തായാലും ഏതെങ്കിലും ഒരു സൈഡിലോട്ടൊക്കെ നടന്നു നോക്കാം. ഒരാളിവിടെ കഞ്ചാവ് മരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, പാവം മനുഷ്യൻ. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ഈ സാധനം, കഞ്ചാവ് എന്ന് പറയുന്ന ഐറ്റം ലീഗലാണ്. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത് ഇല്ലീഗലായിട്ടുള്ളൂ. അങ്ങ് ദൂരെ കാണുന്നതായിരുന്നു നമ്മൾ അമ്പരചുംബികളുടെ ഏരിയ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ പിസ്സ ടൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ പിസ്സ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു കടയാണ്, എനിക്ക് ഈ കാണുന്നത് ഒരു നമ്മുടെ നാട്ടിലേക്ക് എന്താ പറയുക, തട്ടുകട പറഞ്ഞാൽ മാടക്കട എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ചെറിയ കുഞ്ഞിക്കടകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴത്തേക്കിനും റോഡിൻ്റെ ഇരുവശത്തും കച്ചവടക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുവനീറുകൾ, ചൈനീസ് സുവനീറുകൾ വിൽക്കുന്ന അമേരിക്കയിലെ ചൈന ടൗണാണ്, അതാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഐ ലവ് ന്യൂയോർക്ക്, ഐ ലവ് ന്യൂയോർക്കിൻ്റെ ഹൂഡിയും ബാക്കിയുള്ള സംഭവങ്ങളും അതും ഇതും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ന്യൂയോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും മരത്തന്മാരുടെ ഒരു നഗരമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും അല്ലെ ഒരു 80% ആൾക്കാരും വരത്തന്മാരായിരിക്കും, ജീവിക്കുന്നവരും വരുന്നവരും എല്ലാവരും. ചൈന ടൗണിൽ നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കണം, ചൈനീസ് ഫുഡ്. അമേരിക്കയിൽ വന്നിട്ട് ചൈനീസ് ഫുഡ് കഴിക്കണ്ടേ? അമേരിക്കയിൽ കയറുമ്പോഴത്തേക്കിനും അമേരിക്കയുടെ മണി ഏറ്റവും വലിയ മണിയായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ മണി എടുക്കാം, $12. നല്ല വലിയ മണിയാണ്, സാധാരണ ഉള്ള മണിയെക്കാട്ടി കുറച്ച് വലിയ മണിയാണ്. ഇവിടെ അപ്പോഴത്തേക്ക് ഇച്ചിരി റേറ്റ് കുറവുണ്ടോ? എല്ലാത്തിൻ്റെ ചാത്തനുണ്ടല്ലോ, ഗുച്ചി, ടോം ഫോർഡ്, വെർസാച്ചെ, പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ ചാത്തനാണ് ഗൈസ്, ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് വയ്ക്കുമോ? സോ ഫോർ ദാറ്റ് ഫ്രം ഹിയർ. Oh, what are you doing? You're checking that? Yeah. How to check it? This is a banknote tester pen. Okay. And if you like this, and if it's fake, black, it's fake. It's fake. Oh, really? If it doesn't, it is not fake. Okay, that's nice. You can see one fake note in here. See? Oh, okay. Just the marks are here with the banknote tester pen. You don't have that note checking machine? No. No. Okay. It's easy. It's easy. Yeah, it's easy. Okay. Why? Is this fake? No. The Chinatown is this side, right? 2 blocks straight and right. Okay. 2 blocks straight is left is Italian. Thank you. Thank you. ഇവിടുത്തെ ആൾക്കാരുടെ ആക്സെൻ്റ് ഒക്കെ തന്നെ വേറെയാണ്. താങ്ക് യു. നോട്ട് ചെക്ക് ചെയ്യുന്ന മെഷീൻ ഞാൻ $100 കൊടുത്തേ, ഇച്ചിരി വലിയ നോട്ടല്ലേ, അപ്പോൾ അവർക്ക് ചെക്ക് ചെയ്യണമല്ലോ എങ്ങനെയുണ്ടെന്ന്. ഒരു സ്റ്റാമ്പോ എന്തോ സംഭവം വെക്കാനായിട്ട് നിൽക്കുന്ന ഒരു ചൈനീസ് അമ്മച്ചീനെയാണ് നമുക്കവിടെ കാണുന്നത്. ഇവിടെ ഫുള്ള് ഗിഫ്റ്റ് ഷോപ്പുകൾ, ഇതെല്ലാം ചൈനീസ് പ്രോഡക്റ്റുകളാണ്, ചൈനീസ് സാധനങ്ങളാണ് ഇതെല്ലാം. ഈ വില കുറവുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ക്വാളിറ്റിയാ. ഇവിടുത്തെ ആൾക്കാരെ 2 blocks റൈറ്റ് ആൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ പറയത്തില്ലേ, വഴി പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. അതായത് ഇവിടെ എല്ലാ അവന്യൂസ്, സ്ട്രീറ്റ്സ്, ബ്ലോക്സ് അങ്ങനെയാണ്. ഇതിങ്ങനെ കുത്തി വരച്ച് നേർക്കും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഇട്ടിരിക്കുന്ന പോലെയാണ് സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ എല്ലാം ഈ ബ്ലോക്സ്, അവന്യൂസ്, ഈ പാർക്ക് അവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ബ്രാൻഡില്ലേ, അത് ഇവിടുത്തെ ഒരു റോഡിൻ്റെ പേരാണ് പാർക്ക് അവന്യൂ എന്ന് പറയുന്നത്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്.
ജപ്പാനിലെ സ്ഥലപ്പേരുകൾ വെച്ച് ബ്രാൻഡാക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് പല സംഭവങ്ങൾ നടക്കുന്നത്. ന്യൂയോർക്കിൽ വരുന്നവർ സുവനീർസ് വാങ്ങണമെങ്കിൽ ഇവിടെ വരുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഇവിടെയാണ് അത്യാവശ്യം ചീപ്പസ്റ്റ് പ്രൈസിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ധാരാളം ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് കാണാൻ സാധിക്കും. താൻതി ജിയോയി സുൻസായിഗായ് റെസ്റ്റോറൻറ്റ്. ആ ഡക്ക് നോക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ മനസ്സിലാക്കാം നമുക്കിത് ഹോങ്കോങ് സ്റ്റൈലോ പരിപാടി എന്തോ ആണ്. ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചൈനീസ് കടയുണ്ട്. ഓ വാവ്, പൊളിച്ച്. ഇതെന്താ ഇത്? നല്ല അടിപൊളി സീ ഫുഡ്. എൻ്റെ പൊന്നേ, കിടിലും സാധനങ്ങൾ ബ്രോ. നോക്കി, ഫ്രഷ് സാധനം. എന്തോ സീ ഫുഡ് ആണെന്ന് നോക്കി. അടിപൊളി, വലിയ കടയാണ്, ചൈനക്കാരുടെ കടയാണ്. ചൈനീസ് മരുന്നുകൾ കിട്ടുന്ന ഫാർമസി, ചൈനീസ് ഫാർമസിയാണിത്. അതായത് മറ്റേ ചൈനക്കാരുടെ കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ, ആ സാധനങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്ന അവരുടെ ഫാർമസി. എല്ലാം ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ നാട്ടിൽ ചെയ്ത് വെക്കുന്ന പോലത്തെ പരിപാടികളാണ്. പോസ്റ്റർ ഒട്ടിച്ചും അങ്ങനെ ഒട്ടിച്ചും അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഈ ചൈന ടൗൺ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് സൂനിയർ ഷോപ്പുകളെ ഉള്ളല്ലോ ഇവിടെ കംപ്ലീറ്റ്. ഞാൻ വിചാരിച്ചു ഇത്രയും നാൾ ഇന്ത്യക്കാരാണ് സൂനിയർ കച്ചവടത്തിൽ, ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ആണെന്നാണ് ടോപ്പ് എന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല ഗൈസ്, ഇത് ഫുൾ ചൈനീസ് ആധിപത്യമാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാർ വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ കച്ചറയാണ്, കൂതറയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ഇന്ത്യക്കാർ അവിടെ പോയി അലമ്പ് കാണിക്കും, ഇവിടെ കാണിക്കുമെന്നൊക്കെ പറയും, വൃത്തികേടാക്കിയിട്ടെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്ട്രീറ്റുകളിലൊക്കെ ഉള്ളതിലും കച്ചറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ചൈനീസ് സ്ട്രീറ്റ് എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാം, മനസ്സിലാവും. ആ വണ്ടിയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ, എന്ത് കിടിലം വണ്ടികളാന്ന് ചോദിക്കുകയെല്ലാം. ചൈനീസ് ബാങ്കുകൾ വരെ ഉണ്ട് കൈസ് ഇവിടെ. ഇവിടെ ഫുൾ തിരക്കാണ് കൈസ്, മൊത്തത്തിൽ തിരക്കാണ്. അയ്യോ, ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ ചൈനയിൽ ഏതോ ഒരു മാർക്കറ്റിലൊക്കെ പോയ പോലെ ഉണ്ടല്ലോ, ഫുള്ള് ചൈനക്കാരാണ്. നമ്മുടെ മറ്റേ ലിച്ചിയും പിന്നെ അതുപോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇല്ലേ, ലിച്ചീസാണിത്. സ്വീറ്റ് ലിച്ചി, പിന്നെ സ്വീറ്റ് കുറവുള്ള ലിച്ചി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിച്ചി. ഇത് ബേബി മാംഗോസ് എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ KGക്കല്ല കേട്ടോ പ്രൈസ് എഴുതി വെച്ചിരിക്കുന്നത്, LB. അതായത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.2 പൗണ്ട് എന്നാണ് പറയുന്നത് ഈ LB. ഇത് ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ വണ്ടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്ററിന് വരെ മൈൽസാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ യാർഡാണ് പറയുന്നത്, ഫീറ്റ് അല്ല, പിന്നെ ഇവർ മീറ്ററാണ് പറയുന്നത്, ഫീറ്റ് അല്ല. അങ്ങനെ കുറേ ഇവരുടെ ടേംസിൽ കുറേ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ഒരു ഫാരൻ ഹീറ്റാണ് പറയുന്നത്. അങ്ങനെ മെഷർമെൻറ്റ് ടേംസിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തിനും നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴത്തേക്കിനും പെട്രോൾ പമ്പ് എഴുതി വെച്ചിരിക്കുന്നത് ലിറ്റർ അല്ല, ഗാലനാണ്. എനിക്ക് തോന്നുന്നു 1 ഗാലൻ എന്ന് പറയുന്നത് ഏകദേശം 2.5-3 ലിറ്ററോ 3.5 ലിറ്ററോ ആ റേഞ്ചിലെങ്ങാണ്ട് വരും. ഗാലനാണ്. ഇവിടെ പെട്രോളും ഡീസലൊക്കെ വില കുറവാണ് നാട്ടിലെക്കാട്ടി. അതിനുവേണ്ടിയാണല്ലോ ഇതുണ്ടാക്കുന്നത്, അടി ഉണ്ടാക്കുന്നത് അല്ലേ. ഇവിടെ ഫുൾ ചൈനക്കാരാണ്, മൊത്തം ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ചൈനക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ലിറ്ററലി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇന്ത്യൻ സ്ട്രീറ്റുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയാണ്. $8 വിൽക്കുന്ന സൺഗ്ലാസ്, $7 കണ്ടോ, $7 വിൽക്കുന്ന സൺഗ്ലാസ്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ മൊത്തം ഫ്രൂട്ട്സ് വിൽപ്പനയാണ് പരിപാടികൾ, ഫ്രൂട്ട്സിൻ്റെ പരിപാടികളാണ് നടക്കുന്നത്. എന്തൊക്കെയല്ലേ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നത്. കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ്, കൾച്ചറൽ എക്സ്ചേഞ്ച്. എല്ലാം ചൈനക്കാരാണ്. അതേ അപ്പൂപ്പിന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. ഇതൊരു അമ്മൂമ്മയുടെ കട, മിനി കേക്ക്സ്. ഹലോ, വിച്ച് വാച്ച് ഡു യു ഹാവ്? വിച്ച് വാച്ച്? കോപ്പി. കോപ്പിയാണോ ഇത്? കോപ്പി? റോളക്സ്. ഓക്കെ ഫൈൻ. ഓക്കെ താങ്ക് യു. ഓ, അത് മറ്റേ റോളക്സിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളുടെയൊക്കെ കോപ്പി വിൽക്കുന്ന ആൾക്കാരാണ് കേസ്, ചാത്തം വിൽക്കുന്ന ആൾക്കാർ. കൊള്ളാം, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഇത് ശരിക്കും നമ്മൾ ഗോഞ്ചലൊക്കെ പോകുന്ന പോലെ തന്നെ കടകളിലെ ബോക്സുകൾ, വേസ്റ്റ് ബോക്സുകളൊക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കച്ചവടം ചെയ്യുന്ന ഇവരെ പോലുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. സുവനീർ ഷോപ്പുകളുടെ കളികളാണല്ലോ ദൈവം ഇവിടെ മൊത്തം. എന്തോന്നടേ ഇത്, ന്യൂയോർക്ക് ഗിഫ്റ്റ് സുവനീർ. പിന്നെ അത് ശക്തി ട്രേഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നേപ്പാൾ മാനുഫാക്ചർ ഹോൾസെയിൽ ഓഫ് മെറ്റൽ സ്റ്റാച്യൂസ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ് ഫ്രം നേപ്പാൾ എന്ന്. വെറുതെ അതെല്ലാം ചൈനയിൽ ഉണ്ടായി വരുന്ന സാധനങ്ങളോ നേപ്പാളെന്ന്. നേപ്പാളി സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. നേപ്പാൾ കടയിൽ കയറിയപ്പോഴത്തേക്കിന് ഇതിനകത്ത് ബുദ്ധനൊക്കെ ഉണ്ടല്ലോ, ബുദ്ധൻ. പിന്നെ നേപ്പാൾ, ശരിക്കും ഇതൊക്കെ നേപ്പാൾ തന്നെയാണോ? കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ തങ്ക പെയിൻറ്റിങ്സും പരിപാടികളൊക്കെ ഉണ്ട്, വിഗ്രഹങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ്, പാട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു. Are you from Nepal? Oh, nice. Okay. From India. I'm from India, yeah. Our neighbor. Yeah. Nice to meet you. Like anything, we can give you discount. Take a look, anything. Yeah, I'm actually looking. I'm looking to go. Wait, let me see. അത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ചൈനീസ് സാധനങ്ങളുടെ ഒരു ക്വാളിറ്റി അതിന് ഫീൽ ചെയ്തില്ല. അറിയത്തില്ല എവിടെ നിന്നാണെങ്കിലും എന്താണെങ്കിലും.
കോഷർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഓഹോ, കൊള്ളാലോ. ഇത് ഈ കാണുന്നത് ചെൻ ഡാൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഈ ചൈനക്കാരുടെ എന്തോ ഒരു നൃത്തകലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ വാവ്, ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇത് വേറെ തന്നെ ലെവലായല്ലോ ഗൈസ്. ഇൻജി ചങ്ഫീൻ റൈസ് നൂഡിൽ റോൾ, അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഫുൾ ഒരു ചൈന സ്ട്രീറ്റ്, പക്ക ചൈന സ്ട്രീറ്റ്. പോലീസ് ഗൈസ്, NYPD പോകുന്നു, എന്തോ പ്രശ്നമുണ്ട്. എല്ലാ വണ്ടികളും കൂടെ പോകുന്നുണ്ടോ? ഓ അടിപൊളി, എന്തോ എവിടെയോ സീൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ 3-4 വണ്ടികളെല്ലാം കൂടെ ലൈറ്റ് അടിച്ച് പോകുന്നത്. ഞാൻ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസുകളിൽ മാത്രമാണ് ഇങ്ങനെ പോലീസുകാർ പോകുന്ന കണ്ടിട്ടുള്ളത്. ഇവർ എനിക്ക് തോന്നുന്നു മറ്റേ ചൈനീസ് ഫോർച്യൂൺ ടെല്ലറാണെന്ന് തോന്നുന്നു, കൈപ്പത്തി നോക്കി പറയുന്ന ആൾ. അവരവിടെ ഇരുന്ന് കൈപ്പത്തി നോക്കി പറയുന്നുണ്ട്. ഇത് ഡോക്ടർ സുന്യാറ്റ്സൻ കൊളംബസ് പാർക്ക്. അത് ശരി, ഈ പാർക്കിന്റെ പേര് അത് തന്നെയാ. ഇവിടെ മറ്റേ ഫോർച്യൂൺ ടെല്ലേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചൈനക്കാര്. ഇവിടെ ഒരു ലേഡി ഇരുന്ന് ഫോർച്യൂൺ ടെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈനോട്ടക്കാരിയാണ്, ചൈനീസ് കൈനോട്ടക്കാരി. അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട പോലെ തന്നെ ഒരാൾ ഇരുന്ന് ഒരു വാദ്യോപകരണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈനീസ് വാദ്യോപകരണം. നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. മിക്കവാറും നല്ല ഏർലി ടൈമിൽ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും. ഇത് ചൈനക്കാരൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കുന്നു ഗൈസ്, നോക്കൂ. ഇവരൊക്കെ കൊട പിടിച്ചിരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടോ, നോക്കി എല്ലാവരും കൂടി. അടിപൊളി. ഇതൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളല്ലേ. ഞാൻ ചൈനയിൽ പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഗൈസ്. എല്ലാ ടേബിളിലും ആൾക്കാരിന്ന് ചീട്ട് കളിയാണ്. ഇവർക്കൊന്നും ഒരു പണിയൊന്നും ഇല്ലേ? ചിലപ്പം ഇവരൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ പണ്ട് പണിയെടുത്ത ആൾക്കാർ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുകയായിരിക്കും. ഇപ്പോൾ ഇവരുടെ മക്കളൊക്കെ ആയിരിക്കും പണിയെടുക്കുന്നത്. കണ്ടില്ലേ, അവരവിടെ സിഗരറ്റൊക്കെ വലിച്ചിരുന്ന് സൊറ പറഞ്ഞ്. സമയം ഉച്ചയ്ക്ക് 12 മണി ആയതേ ഉള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, ചേച്ചിയൊക്കെ ഇരുന്ന് ഭയങ്കര കളിയാണ്. അതോയ്ക്ക് എല്ലാവരും കുടയും പിടിച്ചോണ്ട്. ഇവിടെ വെയിലൊന്നുമില്ല, പക്ഷെ എന്നാലും കുടയും പിടിച്ചിരുന്നേ കളിക്കുള്ളൂ. കണ്ടില്ലേ, ഒരു ചേച്ചി അവിടെ പുറകിൽ നിന്ന് നോക്കിയിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുവാക്കളാണെങ്കിൽ അപ്പുറത്ത് അവിടെ കളികളിൽ മുഴുകി നിൽക്കുകയാണ്. കണ്ടില്ലേ, അവിടെ കൊള്ളാലോ, അവിടെ കുറെ പിള്ളേരുടെ കളിയാണല്ലോ. നമുക്ക് പോട്ടോ അങ്ങോട്ട്. ഇത് ഗംഭീര കളികൾ കേട്ടോ. ഇതെല്ലാവരും ചൈനീസാണ് സംസാരിക്കുന്നത്. ഇത് ചീട്ടല്ല, ഇത് വേറെന്തോ കളിയാണ്. ഇതെന്ത് കളിയാണെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ത് കളിയായിരിക്കും എന്താണെന്നറിയാവുന്നൊരു കമൻറ്റാണ്. എന്തോ ചൈനീസ് ഗെയിമാണിത്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ പല രാജ്യങ്ങളിലും ചൈന ടൗണിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഈവൻ ചൈനയിൽ പോലും ഞാൻ ഇത്രയും ഒരു ലോക്കൽ കാഴ്ചകൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓൾ അണ്ടർ ഹെവൻ ആർ ഈക്വൽ. ഈ വണ്ടി കണ്ടില്ലേ, ഈ കുഞ്ഞു വണ്ടികളൊക്കെ, ഇതൊക്കെ ശരിക്കും ഇവരുടെ ഈ ചൈനയിൽ കൂടുതലായിട്ടുള്ള വണ്ടികളാണ്. ചൈനയുടെ പല സ്ഥലങ്ങളിൽ കൂടുതലായിട്ടുള്ള വണ്ടികളാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ നടക്കുന്നത്. എല്ലാവരും മറ്റേ ഫ്ലാസ്കിലിരിക്കുന്ന സാധനം കണ്ടോ, അത് ചൈനീസ് ടീ ആണ്, ചൈനീസ് ടീ. ദൈവമേ, ഇവിടുത്തെ ബോർഡും ഫുള്ള് ചൈനീസിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. NYC പാർക്സ്. നോക്ക് അടുത്ത കളി. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഉള്ള എന്തോ ഒരു ഡിഫറെൻറ്റ് കളിയാണ്. എല്ലാം പ്രായമായിട്ടുള്ള ആൾക്കാരാട്ടോ ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ് പരിപാടി. നോക്കി കണ്ടോ, അവിടെ വേറെ കളി, ഇവിടെ ചീട്ട് കളി. പൈസ വെച്ചുള്ള കളികളൊന്നും അല്ല. ഇനിയിപ്പോൾ ഇവർ വേറെ ഏതെങ്കിലും പൈസ വയ്ക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വയോധികരായിട്ടുള്ള ആളുകൾ ഇരുന്ന് കഴിക്കുന്ന കളികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ചേട്ടൻ പാവം നടക്കാൻ പോലും പറ്റുന്നില്ല പാവത്തിന്. ഇവർ പൈസ വെച്ചാട്ടാ കളിക്കുന്നത്. ഡോളർ അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലീഗലല്ലേ, അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. സംഭവം കൊള്ളാം, വെറൈറ്റിയാണ്, വെറൈറ്റി. ഇത് അതിനിടയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ചേട്ടൻ നോക്കി സ്നേഹം കൊണ്ടോടാ ഒത്ത്. അല്ല, പുള്ളി കച്ചവടത്തിന് വന്നാൽ തോന്നുന്നു. അതിനിടയ്ക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കച്ചവടത്തിന് വന്ന ആളാണ്. ഓക്കെ, എല്ലാവർക്കും ഓരോ പൊതി എടുത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളി. ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു. ഇവിടെയും കളി ഗൈസ്, ഇവിടെയും കളി, എല്ലായിടത്തും കളി. മൊത്തത്തിൽ കളികളോടെ കളി. ഇത്ര വൈബ് ഇത് ഞാൻ ന്യൂയോർക്കിൽ എവിടെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ന്യൂയോർക്കിൽ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അതങ്ങനെ അധികം ആരും കാണിക്കാത്ത ന്യൂയോർക്ക് കാഴ്ചകളാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം ആൾക്കാരല്ലേ ശരിക്കും. ഇവരൊക്കെ അമേരിക്കൻ പൗരന്മാരായിരിക്കുമെന്നേ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് കുടിയേറി പാർത്ത് വന്ന, ചൈനയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് യുവാക്കളിലേക്ക് പോകാം ഗൈസ്. ഈ പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വായി നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പല പല കുൽസിത പ്രവൃത്തികളും പല പല സംഭവങ്ങളും നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും പല പാർക്കുകളിലും. അപ്പോൾ നോക്കുമ്പോൾ മയത്തിലൊക്കെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രശ്നമില്ല. സോ നമുക്കവിടെ കുറച്ച് പിള്ളേർ കളിച്ചുകൊണ്ട് പോകും. നമുക്ക് അവരുടെ കളി ഒന്ന് കണ്ടു വരാം. ഞാൻ വന്നപ്പോഴത്തേക്കിനും അവർ കളി നിർത്തി കഴിച്ചു. മിസ്സായി. നോക്കട്ടെ, അവർ ഇനി ഇടയ്ക്ക് കളി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കളി കാണാം. നല്ല കളിയായിരുന്നു. അങ്ങേറ്റം വൃദ്ധന്മാരുടെ ഏരിയ ആയിരുന്നു. ഇവിടെ നടുക്ക് നമ്മുടെ യുവാക്കളുടെ ഏരിയ ആയിരുന്നു. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇപ്പുറത്ത് കുഞ്ഞു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ.
അവിടെയും കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കൊളംബസ് പാർക്ക് പ്ലേ ഗ്രൗണ്ടാണിത്. കുഞ്ഞു കുട്ടികൾ എല്ലാം ചൈനക്കാരാട്ടോ. ഫുൾ ജനീവടി ഭാഗം മൊത്തം ചൈന ടൗൺ അല്ലേ, അപ്പോൾ ചൈനീസ് ആൾക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമാണിത്. നല്ല പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്ന ചൈനക്കാരുടെ പിള്ളേരായിരിക്കും. ചൈനക്കാർ പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കി ഇവരൊക്കെ ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ചൈനീസ് ഒറിജിനൽ ആൾക്കാരാണ് ഇവരെല്ലാവരും. അവിടെ കുറേ പേര് കളിക്കുന്നു, അവിടെ കുറേ പേര് ബോഡി ബിൽഡിങ് ചെയ്യുന്നു. അത്യാവശ്യം ജിമ്മന്മാരൊക്കെ തുണിയില്ലാതെ അവിടെ നിന്ന് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. മൾബറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണത്, മൾബറി സ്ട്രീറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സ്ട്രീറ്റ് വിഷ്വൽസ് ഓഫ് ചൈന ടൗൺ അഗെയിൻ. ചൈനക്കാരുടെ ഫ്യൂണറൽ സർവീസസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഈ ഇവിടെയൊക്കെ ഫ്യൂണറൽ മരിച്ചു കഴിഞ്ഞാൽ ഈ മരണാനന്തര പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറേ ബ്രോക്കേഴ്സ് ഉണ്ടാവും. UK ഉണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണിത്. അതും ഒരു കമ്പനിയാണ്. പിന്നെ ഒരു കോണ്ടിനെൻ്റൽ കുസിൻ റെസ്റ്റോറൻറ്റ്, ടേസ്റ്റി ഡംപ്ലിംഗ്. ഇന്ന് എന്തായാലും ഞാൻ ചൈനീസ് ഫുഡേ കഴിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ചൈനീസ് ഫുഡ് കിട്ടണം. കരാട്ടെ കിഡ് ലെജൻസ് സ്ട്രീമിംഗ് ഓൺ തിയേറ്ററോ. ഇതിവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ദ സ്റ്റോറി ഓഫ് ഇഞ്ചി റൈസ് നൂഡിൽ ഇൻ ഗോഞ്ചോ ചൈന. ദ മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റ് സ്നാക്ക് ഈസ് കോൾഡ് നൂഡിൽ റോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂഡിൽ റോൾ അത് അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എവിടെ വെച്ചിരിക്കുന്നത് ഇഞ്ചി റൈസ് നൂഡിൽ. ടേക്ക് അവേ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പുറത്തിരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ ആൾക്കാരെ. പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ചൈനീസ് ഫ്ലോറിസ്റ്റ്, മാനട്ടൻ ഫ്ലോറിസ്റ്റ്. ഇവിടെ വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും നടക്കില്ല കേട്ടോ. ഇതൊക്കെ അകത്തായിരിക്കും വളർത്തുന്നത്. ഇതൊക്കെ സമ്മറിലുള്ള പരിപാടികളാണ്. കണ്ടില്ലേ പുറത്തൊക്കെ ഓരോ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പല പല ചെടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുള്ള കട. ചൈനക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടെയുള്ള കടകളിൽ 100% ചൈനീസ് ആൾക്കാരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചൈനീസ് മസാജുകളും ഉണ്ട് കേട്ടോ ഇവിടെ. മോഡേൺ ഷാങ്കായ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ നടന്ന് ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ചോപ്സ്റ്റിക്സ് മാത്രം വിൽക്കുന്ന കട. ചൈനീസ് വൈനുകൾ, മാർക്സ് വൈൻ സ്പിരിറ്റ്, അതായത് ചൈനീസ് ബൈജു, ചൈനീസ് വൈൻ, ചൈനീസ് ലിക്കറുകളൊക്കെ ഉണ്ടല്ലോ. ആ ചൈനീസ് ലിക്കറുകളൊക്കെ സ്പെഷ്യലൈസ്ഡ് ചെയ്ത് വിൽക്കുന്ന ഒരു കടയാണ് ഈ കാണുന്നത്. ചൈനീസ് മാത്രമല്ല, അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ചൈനീസ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത്. നമ്മൾ ഇന്ത്യൻ സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കിനും ഇന്ത്യൻ ഫ്ലാഗ് എല്ലായിടത്തും കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചൈനീസ് സ്ട്രീറ്റിൽ വന്നപ്പോഴത്തേക്കിനും ചൈനീസ് ഫ്ലാഗ് ഞാൻ എവിടെ അങ്ങനെ കണ്ടില്ല. അമേരിക്കൻ ഫ്ലാഗ് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചൈനീസ് ഫ്ലാഗുകൾ കാണാൻ സാധിക്കുന്നില്ല. ഇത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഇതിങ്ങനെ കുറേ സ്ട്രീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൈന ടൗൺ തന്നെയാണ്. വലിയ ഒരു ചൈനീസ് സെറ്റിൽമെന്റ് തന്നെ ഇവിടെ അമേരിക്കയിൽ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ പല രാജ്യങ്ങളിൽ നമുക്ക് ചൈന ടൗൺ കാണാൻ സാധിക്കും. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, എവിടെ പോയാലും ദുബായിൽ പോലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പല സ്ഥലത്ത് നമുക്ക് ചൈന ടൗൺ കാണാൻ സാധിക്കും. ചൈനയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈനക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്കിലെ മാനട്ടണിലുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചൈന ടൗൺ എന്ന് പറയുന്നത്. ആ ചൈന ടൗണിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ആൻ അമേസിംഗ് പ്ലേസ്. 100,000-ലധികം വരുന്ന ചൈനക്കാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഒരു സ്ഥലം എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ദിസ് ഈസ് ഫേമസ് ഫോർ സ്ട്രീറ്റ് ഫുഡ്, പിന്നെ ഷോപ്പിംഗ്, ഇവിടുത്തെ കൾച്ചർ, ബാക്കിയുള്ള സംഭവങ്ങൾ. ഇവരുടെ ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട്. ചൈനീസ് ഫെസ്റ്റിവൽസ് ഇവിടെ ഇഷ്ടംപോലെ നടക്കാറുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം അതാണ് ന്യൂയോർക്കിലെ മാനട്ടണിലുള്ള ചൈന ടൗൺ. ന്യൂയോർക്കിൽ പല സ്ഥലത്തും ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചൈന ടൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബിഗസ്റ്റ് വൺ. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കാത്തലിക് പാരിഷ് ഓഫ് ഒരു ചർച്ച് കണ്ടു. ഒരു കാത്തലിക് ചർച്ചാണ്. ഞാൻ ഈ ഒരു പള്ളിക്കുള്ളിൽ കയറി. ഇത് ശരിക്കുള്ളൊരു പള്ളി. ഞാൻ ഈ പള്ളിക്കുള്ളിൽ കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ചൈനീസ് ഭാഷയിലുള്ള കുർബാന നിങ്ങൾ ആരെല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചൈനീസ് അച്ഛൻ, ആൾക്കാർ ചൈനക്കാർ മൊത്തം അതിനകത്ത് ചൈനക്കാരിരുന്ന് കുർബാന, അതായത് കുർബാന ചൊല്ലുക. കുറച്ച് കണ്ടോ? ഞാൻ ഇതിനകത്ത് എടുത്ത വിഷില്ല, ഒന്ന് കണ്ടു നോക്ക്. ഇവിടെ ചൈന ടൗൺ കാണാൻ വന്ന കുറേ ചൈനക്കാരുണ്ട് കേട്ടോ. ചൈനയിൽ നിന്ന് വന്നിട്ട് ചൈന ടൗൺ കാണാൻ വന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരിവിടെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു. ഇവിടെ കുറേ ചൈനീസ് ആൻറ്റിക് ഷോപ്പുകളുണ്ട്. ഇത് പിന്നെ ഇവിടെ സ്ട്രീറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഞാനിപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണോ എന്താ സംബന്ധം മനസ്സിലാകുന്നില്ല. ഇവിടെ കുറേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാം. പക്ഷേ അങ്ങനെ ചിലപ്പോൾ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സ്ട്രീറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതും അവിടെ ചെയ്യുന്നതൊക്കെ, ഫുഡ് കൊടുക്കുന്നതൊക്കെ. ചൈനീസ് മസാജ്, പിന്നെ അങ്ങനെയുള്ള പല പരിപാടികളുടെ പല ഷോപ്പുകളുണ്ട്. ഇവിടെ എന്താണ് ഭയങ്കര കളർഫുൾ ആണല്ലോ. പാട്ടൊക്കെ കേൾക്കാമല്ലോ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ
എന്താ ഇവിടെ എന്താണ് ഇവിടെ പറയൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഓ ഇവിടെ DJ ആണല്ലോ, ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. ഓ നൈസ്. അതൊരു കോഫി ഷോപ്പാണ്. അതിന്റെ മുമ്പിൽ നിന്നാണ് അവരത് പ്ലേ ചെയ്യുന്നത്. അത് ലൈവ് പോകുന്നുണ്ട് ക്യാമറ വെച്ചിട്ട്, കണ്ടില്ലേ? നടക്കാൻ പറ്റാത്ത ഒരാളാണ്. അവര് ഇങ്ങനെ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാണെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റ് വെൻഡേഴ്സ് കാണാം. എംപ്ലോയ്മെന്റ് ഏജൻസി, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടില്ലായിരുന്നോ? ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എംപ്ലോയ്മെന്റ് ഏജൻസി അതൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഇപ്പോഴും. ഇവിടെ ഫുള്ള് ചൈനീസ് കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ. ഇവിടെ ഏത് സമയത്ത് വന്നാലും അത്യാവശ്യം നല്ല വൈബായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓ വാവ്, ഇവിടുന്ന് വെളുത്തുള്ളി പൊളിക്കുന്നു, പിന്നെ ഇവിടെ ഇരുന്നിട്ട് വെളുത്തുള്ളി പൊളിക്കുന്നു. പിന്നെ ഇവിടെ പുറത്തൊക്കെ ആൾക്കാർ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസ്, ചൈന ടൗൺ സ്റ്റേഷൻ, ന്യൂയോർക്ക്. അടിപൊളി കൊള്ളാലോ. US-ലെ ഒരു പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ചൈനയുടെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ എത്തിയതുപോലെ ആയി. നോക്കൂ, ഉണ്ണിക്കൊണ്ടുപോകുന്ന ആൾക്കാരും പിന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരും ചൈനീസ് കടകളും പിന്നെ ബാക്കിയുള്ള പരിപാടികളും എല്ലാമായിട്ട്. തായ്വാൻ പോർക്ക് ചോപ്പ് ഹൗസ്. ചൈനക്കാരുടെ ബാർബർ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ചൈനീസ് വെൽനെസ്, മസാജ് കുറേ ഉണ്ട്. ചൈനക്കാരുടെ ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി, ഹെയർ സലൂണ്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് നോക്കിയാണ് വന്നത്. ഫേമസ് സിച്ചുവാൻ, ഒതൻറ്റിക് സിച്ചുവാൻ കുസീൻ. ചൈനീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുസീനാണ് സിച്ചുവാൻ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഓരോ നാട്ടിൽ ഓരോ കുസീനല്ലേ, അതേപോലെ തന്നെ ചൈനയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ എല്ലാ കുസീനും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പോൾ നമ്മുടെ ചൈനീസ് സിച്ചുവാൻ കുസീനിൽ നിന്ന് നമുക്ക് പോയി ആദ്യമായിട്ടാണ് ഞാൻ ന്യൂയോർക്കിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആരെങ്കിലും ഉണ്ടോ? എനിബഡി? നോബഡി. ഒരു 1-2 ടീം. ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഗൈസ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ലെറ്റ്സ് ട്രൈ. ഞാനിവിടെ വന്നിട്ടൊരു ഹോട്ട് പോട്ട് പറയാൻ പറ്റില്ല, ഒരു ചൈനീസ് വോക്ക് പറഞ്ഞു. ഇതിന് $40 വരും, $36-40 വരും. ഇതിനകത്ത് പോർക്കില്ലാതെ തരാൻ പറഞ്ഞു. ചിക്കനും ഫിഷുണ്ടോ? ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിക്കനും ബീഫും പിന്നെ കുറേ വെജിറ്റബിൾസും അതും ഇതൊക്കെ ആയിട്ട്. ചൈനയിലാണ് തിളച്ച് മറിഞ്ഞിരിക്കും, ഇത് തിളച്ച് മറിഞ്ഞൊന്നും ഇരിപ്പില്ല, ചെറിയ ചൂടുണ്ട്. ഞാൻ ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് ശോകമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മൊത്തം കഴിച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറേ ഉണ്ട്. ഞാനിവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. $45 ആയി. അതായത് ഇവിടെ ഭയങ്കര ടാക്സ് ആണ്. മെനു കാർഡിലുള്ള പ്രൈസിനെക്കാട്ടി കൂടുതലായിരിക്കും ടാക്സും സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. $45 ആയി. അത് $45 കുറച്ച് കത്തിയാണ്. പക്ഷേ കുറേ നാൾക്ക് ശേഷം ചൈനീസ് ഫുഡ് കഴിച്ചത് കൊണ്ടുള്ള ഒരു സമാധാനത്തിൽ അത് വിട്ടിരിക്കുകയാണ്. $45 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 4,000 രൂപ, 3,000-4,000 രൂപയും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ആ സിച്ചുവാൻ പെപ്പറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വായി കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ്. ഇതൊക്കെ കണ്ടില്ലേ എന്നെ പരിപാടി നോക്കി. വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് വണ്ടിയുടെ സൈഡിൽ ഇത് വെച്ചിട്ടാണ് കച്ചവടം പരിപാടികളൊക്കെ. സംഭവം കൊള്ളാം. എന്തായാലും എന്താ കാണാത്തേന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അന്നേരമാണ് കണ്ടത് ലുക്ക് ഫുക്ക് ജ്വല്ലറി. അതായത് ചൈനക്കാരുടെ ഒരു ടോപ്പ് ജ്വല്ലറിയാണ് ഈ കാണുന്ന ലുക്ക് ഫുക്ക് ജ്വല്ലറി എന്ന് പറയുന്നത്. ലുക്ക് ഫക്ക് എന്നെന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ചൈനയിൽ എവിടെ പോയാലും കാണാൻ സാധിക്കുന്ന ഒരു ജ്വല്ലറി. ചൈനയിലെ ഏറ്റവും കൂടുതലുള്ള ജ്വല്ലറി ഇതാണ്. അതായത് ചൈനയിലെ നമ്പർ 1 ജ്വല്ലറി ബ്രാൻഡ് എന്നൊക്കെ പറയാം. അതെല്ലായിടത്തും കാണാം ലുക്ക് ഫക്ക് ജ്വല്ലറി. നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ മലബാർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചൈനക്കാരുടെ സാധനമാണിത്. ഇവിടെ ഇതുപോലെ തന്നെ പിന്നെ കംപ്ലീറ്റ് ജ്വല്ലറി സ്ട്രീറ്റുകളാണ്. എല്ലാം ചൈനീസ്. നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെയാണ് ഈ ചൈനക്കാർ. അത്യാവശ്യം ഈ ജ്വല്ലറീസ് വാങ്ങിച്ചു കൂട്ടും. അത് ഡയമണ്ടാണ് അവർ കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ജ്വല്ലറി ഷോപ്പുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടുത്തടുത്ത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ സംഭവങ്ങളും. സോ അതുപോലെ തന്നെയുള്ള ജ്വല്ലറി ഷോപ്പാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്. ഇത് മൊത്തം ആ ഒരു മൾബറി സ്ട്രീറ്റിൻ്റെ ഏരിയ ആണ്. ഇന്ന് നല്ലൊരു വെതറാണ്. ഞാനിനിയിപ്പോൾ ഇവിടെ നിന്ന് സോഹോ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. സോഹോ ഇതെന്തോന്നേ ഇത്? എൻ്റെ പൊന്നോ, ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഇത് വെൽക്കം ടു
ലിറ്റിൽ ഇറ്റലി. ഇത് ലിറ്റിൽ ഇറ്റലിയാണ്. ഇറ്റലിക്കാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഇവിടെ കംപ്ലീറ്റ് പിസ്സ ഷോപ്പുകളും ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇവിടെ എവിടെയാണ് ഇന്ത്യ ഞാൻ കണ്ടില്ല. ലിറ്റിൽ ഇന്ത്യ ഉണ്ടാവുകയാണെങ്കിലും. ഗിഫ്റ്റ് ആൻഡ് സുവനീർ ഷോപ്സ്. ഇത് ഭയങ്കര കച്ചവടം കേട്ടോ. ഇത് ചൈനക്കാരാണ് ഈ ഒരു സുവനീർ കച്ചവടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീംസ് എന്ന് പറയുന്നത്. എന്തോരം കടകളാ, എന്തോരം സുവനീർ കടകളാന്ന് നോക്കി. ഒരു രക്ഷയില്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലേ, ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇത് ഭയങ്കര ഇത് നമ്മൾ എന്തോരം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഇവരുടെ ഒരു സ്റ്റേറ്റിലെ ഒരു സിറ്റിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ കൺട്രി സൈഡും ബാക്കിയുള്ള പല സ്റ്റേറ്റുകളും അങ്ങനെ എന്തോരം സ്ഥലങ്ങളിൽ പോകാൻ കിടക്കുന്നു. അവിടെയൊക്കെ നമ്മൾ എന്തോരം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. ഈ അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 50 രാജ്യങ്ങൾ പോലെയാണ്. അങ്ങനെ തന്നെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം അടുപ്പിച്ച് യാത്ര ചെയ്താൽ പോലും കണ്ടു തീർക്കാൻ പറ്റാത്തത്ര കാഴ്ചകളുണ്ടാവും. അത്രയും ഉണ്ടാവും. അങ്ങനെ ഞാൻ ചൈന ടൗണിൽ നിന്ന് നീങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് ചൈന ടൗൺ മാറുന്നില്ലല്ലോ വേഷ്. ആ ചൈനീസ് ഇതിലുള്ള ആ ഒരു കെട്ടിടം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടെ മൊത്തം മറ്റേ കോപ്പി ബാഗിൻ്റെ സ്ഥലങ്ങൾ. ഇവന്മാര് അമേരിക്കയിൽ ഇവിടെ ഇട്ട് വിൽക്കുന്നത് എനിക്ക് ലൂയി വിട്ടണും ഗുച്ചിയും മറ്റേ ബ്രാൻഡഡ് സാധനങ്ങൾ. എൻ്റെ പൊന്നോ, ഇവരെ സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഡോൾസ് ആൻഡ് ഗബാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മൾട്ടി ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഇത്. ഓരോരുത്തന്മാരുടെ നോട്ടം അത്ര ശരിയല്ല കേട്ടോ. ചില സമയത്ത് ഇവരൊന്നും നോട്ടം അത്രയ്ക്ക് ശരിയല്ല. പലതും പല പന്തികേടുകളുണ്ട്. എയർപോർട്ട്സ് വരെ അമേരിക്കയിൽ. ദൈവമേ, ഇതൊക്കെ അമേരിക്ക തന്നെയാണ്. ഇവരെ സമ്മതിക്കണം കേട്ടോ. എയർപോർട്ട്സ് വയ്ക്കാൻ പക്ഷേ ഹൗ മച്ച്? $30. $30. പക്ഷെ എൻ്റെ ദൈവമേ, $30 എന്നാ എയർപോർട്ട്. ഇത് അമേരിക്ക തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ് കോപ്പി സാധനങ്ങൾ വിൽക്കുകയാണ്. എൻ്റെ പോലെ അത് ന്യൂയോർക്ക് നഗരത്തിൽ. ഇത് നോക്ക്, ഇത് കംപ്ലീറ്റ് ചാത്ത സാധനങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലിട്ട് വിൽക്കുന്നു. ഇതൊന്നും പോലീസുകാരൊന്നും കാണുന്നില്ലേ? അത് ഇവരുടെ അമേരിക്കൻ സാധനങ്ങൾ വരെ, അമേരിക്കൻ ബ്രാൻഡുകൾ വരെ വിൽക്കുന്നു. മനസ്സിലായോ? അതാണ് സംഭവങ്ങൾ. ഇതെല്ലാം ഇവന്മാരെല്ലാം ഇത് തന്നെയാണ് പരിപാടി. വാച്ചുകൾ, ഫേക്ക് കോപ്പി വാച്ചുകൾ, ഇത് ഇവർ സമ്മതിക്കണം കേട്ടോ. പല ആൾക്കാരും ഞാനിങ്ങനെ കയ്യിൽ ക്യാമറ ഒക്കെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ നോട്ടം ഉണ്ടല്ലോ, നമുക്ക് ചില സമയത്ത് പേടിയോ ചിലത് പെട്ടെന്ന് നടക്കുന്നത്. പക്ഷെ എന്നാൽ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല കേട്ടോ. അത് സമ്മതിച്ചു കൊടുക്കണം. ഇവർ ഒരു പേടിയില്ലാതാണല്ലോ ചെയ്യുന്നതെന്നുള്ളതാണ്. ആൾക്കാരൊക്കെ അത് വാങ്ങുന്നുണ്ട്. ഞാനിത് പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതെനിക്കൊരു പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. പക്ഷേ അമേരിക്കയിൽ ന്യൂയോർക്ക് നഗരത്തിൽ എന്തായാലും ഇതൊരു പുതുമയുള്ള കാഴ്ച തന്നെയായിരുന്നു. കാരണം ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അതെ, കണ്ണാടിയും കൊണ്ട് ഒരാളെ നിൽക്കുന്നു. അതെ, ഇവിടെ നിൽക്കുന്നു കുറേ ആൾക്കാർ. വേഗം സംഭവം കേൾക്കും. എന്തല്ലേ എൻ്റെ പൊന്നെ, ഇവർക്കതൊരു പേടിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര ഈ കൗണ്ടർ ഫീറ്റ് കോപ്പി സാധനങ്ങൾ വിൽക്കുന്നത് ഭയങ്കര ഒരു ക്രൈമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കനാൽ സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ മറ്റേ സബ്വേ ഇതാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫേക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് മിക്കവാറും ലൂയി വിട്ടൺ, ഗുച്ചി, പ്രാഡ എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിരിക്കും. ലൂയി വിട്ടണാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് പ്രോഡക്റ്റ്സ് ഈ ലോകത്ത്. ആ ബ്രാൻഡിൻ്റെ പേരിലാണ് കാണാൻ സാധിക്കുന്നത്. ഒറിജിനലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ എന്നാലും ശരിക്കും ഇവിടെ റോഡിൽ കൂടെ നടന്നാൽ കഞ്ചാവിൻ്റെ മണം അടിച്ച് നമ്മൾ തന്നെ കിക്കാവും. ഇന്ന് ഭയങ്കര ചൂടാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, നമ്മൾ ഇന്ത്യ പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ആണ് കാണുന്നത്. ഐ ആം ബാക്ക് ടു മൈ റൂം. ഇന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇത് സലാഡാണ് കഴിക്കുന്നത്. ബഫലോ ചിക്കൻ സലാഡ്.